ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു വാഹനമൊക്കെ ഓടിക്കാൻ പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് കൂടുതലും മൈലേജുള്ള വാഹനം നമുക്ക് മേടിക്കണം. എന്നാൽ വാഹനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ പല ആൾക്കാർക്കുമുള്ള ഒരു സംശയമാണ്, നമ്മൾ ഹയർ ഗിയറിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇന്ധനം ലാഭിക്കാനായിട്ട് കഴിയുമോ? ഹയർ ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത് 4th, 5th ഗിയറുകളാണ്. നമുക്ക് തേർഡും ആ ഒരു ഗിയറിൽ ആ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താൻ കഴിയും. എന്നാൽ പോലും കൂടുതലായിട്ട് ഹയർ ഗിയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 4th, 5th ആണ്. 5th ഗിയർ എന്ന് പറയുന്നത് ഓവർ ഡ്രൈവ് ഗിയർ എന്ന് പറയും, 5ാമത്തെ ഗിയറിനെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗിയറുകളിൽ കൂടുതലായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് കഴിയുമോ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ 2 ഡെമോകൾ സഹിതം നിങ്ങളെ അത് വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂവൽ കുറെ കൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഐഡിയകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇപ്പോൾ അതിന് ഞാൻ 2 ഉദാഹരണങ്ങളാണ് നിങ്ങളെ ഈ ഒരു റോഡിൽ വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നത്. നമ്മൾ സാധാരണ വാഹനം ഓടിക്കുന്ന 2 മെത്തേഡുകൾ. അപ്പോൾ ഈ 2 മെത്തേഡുകളിൽ നമ്മൾ ഏതാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് മൈലേജ് ഹയർ ഗിയറിൽ ഓടിക്കുമ്പോൾ കിട്ടുമോ എന്ന് നമുക്ക് തന്നെ നോക്കി മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മീറ്റർ കൺസോളിൽ RPM മീറ്ററിൻ്റെ ലെവൽ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് മൈലേജ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ RPM മീറ്റർ നമ്മളെ സഹായിക്കും. ഞാൻ ഓൾറെഡി മൈലേജിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് RPMനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് RPM മീറ്ററിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇതേ ഞാൻ തൊട്ട് മേളിൽ കൊടുക്കാം, ഒപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കയറി കാണുക. നമ്മുടെ ഈ RPM മീറ്ററിൽ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്ലോപ്പിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 2000 RPM ഒക്കെ വേണം നമുക്കൊരു വാഹനത്തെ ഒരു ചെറിയ കയറ്റത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാൻ. എന്നാൽ ചെറിയൊരു സ്ലോപ്പിലാണെങ്കിൽ നമുക്കൊരു 1000 RPMൽ അല്ലെങ്കിൽ ഒരു 1500 RPMന് ഇടയിൽ വാഹനത്തെ മെല്ലെ മൂവ് ആക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു ഫ്യൂവലിൻ്റെ അളവ് കുറവായിരിക്കും. എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ 2000 RPMനൊക്കെ മേളിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു 2500 RPM നമ്മൾ കൂടുതലായിട്ട് ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഈ RPM നീഡിൽ മേളിലേക്ക് കയറും. അങ്ങനെ കയറുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ആക്സിലേഷൻ കൊടുത്തു കഴിയുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ഫ്യൂവലാണ് കത്തിത്തീരുന്നത്. എന്തായാലും ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു മെത്തേഡ് കാണിക്കാം, വീണ്ടും രണ്ടാമത്തെ ഒരു മെത്തേഡ് കാണിക്കാം. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഹയർ ഗിയറിലേക്ക് പോകുന്നില്ല, ഒരു നോർമൽ കണ്ടീഷനിൽ നമ്മൾ വാഹനം ഓടിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് ഹയർ ഗിയറുകൾ ഇട്ടിട്ടും വാഹനം ഓടിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ RPM ലെവൽ നോക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 1800 RPMലേക്ക് കയറിയിട്ട് ഇതേ നീഡിൽ ഇങ്ങനെ താന്ന് ഏകദേശം ഒരു 800 RPMലേക്ക് നീഡിൽ വരികയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത ഒരു നോർമൽ കണ്ടീഷനിൽ എത്തിയപ്പോൾ ഒരു 800 RPMലേക്ക് വന്നു. ഇനി ഞാനിത് മെല്ലെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ചെറിയൊരു ഇറക്കത്തോടു കൂടിയ റോഡാണ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ആക്സിലേഷൻ കൊടുക്കേണ്ടത്, ജസ്റ്റ് ക്ലച്ച് നയിക്കുമ്പോൾ തന്നെ വണ്ടി നീങ്ങുമല്ലോ. ഓക്കെ, നീങ്ങി. അതുകൊണ്ട് നമുക്കിവിടെ കൂടുതലായിട്ടുള്ള ഒരു RPMൻ്റെ ആവശ്യമില്ല. വണ്ടിക്ക് ചെറുതായിട്ട് ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു 2000 RPMൽ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു വില്ലേജ് റോഡിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഗിയറിൽ പോകുന്ന ഒരു 20 കിലോമീറ്റർ വേഗത. ഇപ്പോൾ നോക്കുക, ഏകദേശം ഒരു 1500 RPM നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. വീണ്ടും ഞാൻ മെല്ലെ ബ്രേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 800 RPMലേക്ക് വന്നു. ഒരു ജംഗ്ഷനാണ് വന്നേക്കുന്നത്. നമ്മൾ വീണ്ടും ഇവിടുന്ന് മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇറക്കം കൂടിയൊരു ജംഗ്ഷനാണ്. നമ്മൾ ജസ്റ്റ് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്നിട്ട് ബ്രേക്കിൽ നിന്ന് പതിയെ കാലയച്ച് നമ്മൾ വാഹനത്തെ മെല്ലെ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 800 RPMേ ഉള്ളൂ. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 1500 RPMൽ വാഹനം ഒരു 25 കിലോമീറ്റർ വേഗതയിലേ പോകുന്നുള്ളൂ. ഓക്കെ, ഇവിടെ വീണ്ടും ചെറിയൊരു കയറ്റമാണ്. സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമ്മൾ കൂടുതലായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും ഞാനിതിവിടെ ഫസ്റ്റ് ഗിയർ ഒന്ന് കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. 2500 RPMലാണ് ഇവിടെ സെക്കൻഡിലേക്ക് വന്നത്. കാരണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടാനായിട്ട് ഒരു സ്ലോപ്പ് കൂടിയ ഒരു കയറ്റമായതുകൊണ്ട് അത്രയും RPM ആവശ്യം വന്നു. വീണ്ടും ഞാനിത് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു 2000 RPMൽ ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വാഹനം പോവുകയാണ്. അത്യാവശ്യം നിരപ്പ് റോഡാണ്, സ്പേസ് ഉണ്ട്. നമ്മൾ തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്ത് ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഒന്ന് ഇട്ടു. ഓക്കെ, ഇപ്പം നോക്കുക, RPM ലെവൽ വീണ്ടും ഒരു 1500 RPMൽ ഞാനിത് വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
നോക്കുക, ഇപ്പോൾ ഒരു 1000 RPM മേളിലാണ് നമ്മുടെ വാഹനം പോകുന്നത്. അപ്പോൾ ഏകദേശം ഫ്യൂവൽ കത്തിത്തീരുന്ന ഒരളവ് നിങ്ങൾക്കതിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. തേർഡിലാണ് പോകുന്നത്. വീണ്ടും വില്ലേജ് റോഡാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ചെറിയ സ്പേസേ ഉള്ളൂ. നമ്മൾ പരമാവധി വില്ലേജ് റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇത് ഏകദേശം ഈ ഒരു മെത്തേഡിലൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഓവർ ഡ്രൈവ് 5th ഗിയറുകളിലേക്കൊക്കെ നമുക്ക് എപ്പോഴും പോകാനായിട്ട് സാധിക്കത്തില്ല, കാരണം റോഡിൻ്റെ അളവ് അത്ര ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ശ്രമം കൂടുതലായിട്ട് നടത്താറില്ല. ഇനി നിങ്ങളെ ഞാൻ കാണിക്കുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. അതിന് നമ്മൾ സെയിം റോഡിൽ തന്നെ വാഹനം ഓടിക്കുന്നു. പരമാവധി ഹയർ ഗിയറുകളിലിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. മൈലേജ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയാറുള്ളത് ഒരു നല്ല മെയിൻ റോഡിൽ, വീതി കൂടിയ റോഡിൽ മൈലേജ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ നോക്കണം. എന്നാൽ ഒരു വാഹനം നമ്മൾ കൂടുതലും വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ഇന്ധനം കത്തിത്തീരാതെ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ വീഡിയോ സഹായകരമാകുന്നതാണ്. എന്തായാലും ഞാൻ ഇതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ RPM മീറ്റർ നോക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 1800-2000 RPM സ്റ്റാർട്ടിങ് വന്നു. ലെവൽ താന്ന് ഏകദേശം ഒരു 800 RPM വരികയാണ്. ഒരു നോർമൽ കണ്ടീഷനിൽ ഞാൻ ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്തതിന് ശേഷം ഇത് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിൽ മെല്ലെ എടുക്കുന്നു. ഇത് ക്ലച്ച് ഔട്ടിട്ട് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 1000 RPM ഇവിടെ തന്നെ ഞാനിത് ക്ലച്ച് ഔട്ടിട്ട് തേർഡിലേക്ക് കൊടുക്കുന്നു. വീണ്ടും ഞാനിത് 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, 4ാമത്തെ ഗിയറിൽ ഇപ്പോൾ ഒരു 1000 RPM താഴെയാണ് പോകുന്നത്. വീണ്ടും ഞാൻ 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 800 RPM 5ാമത്തെ ഗിയറിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, 800 RPM 5th ഗിയറിലാണ് നമ്മൾ ഈ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കുക, RPM ലെവൽ എന്തോരം താന്നെന്ന് നോക്കുക, തീർത്തും താന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ മെല്ലെ ക്ലച്ചും ബ്രേക്കും ഇത് ഞാൻ ചവിട്ടി ഈ ഇറക്കത്തോട് കൂടിയ റോഡ് 5ാമത്തെ ഗിയറിൽ തന്നെയാണ് മെല്ലെ ഇറങ്ങുന്നത്. കാരണം ഇവിടെ നമുക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗിയർ 5th ഗിയറിലാണ് പോകുന്നത്. നോക്കുക, 1000 RPM താഴെയാണ് ഉള്ളത്. ഇത് വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 4th ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും തേർഡിലേക്ക് ഇടുന്നു. ഈ ഒരു കയറ്റം നമ്മളിപ്പോൾ തേർഡ് ഗിയറിൽ 1000 RPM പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സ്പീഡ് നിങ്ങൾ നോക്കുക, നമ്മൾ നേരത്തെ വന്ന ആ ഒരു സ്പീഡൊക്കെ തന്നെ ഉള്ളൂ, ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡ്. എന്നാൽ ഒരു 1500 RPM ഇപ്പോൾ നമ്മുടെ വാഹനം പോകുന്നത്. തേർഡ് ഗിയറിലാണ്. നേരത്തെ നമ്മളിവിടെ പോയത് സെക്കൻഡ് ഗിയറിലായിരുന്നു. ഇത് ഞാൻ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് 4th ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ 5ാമത്തെ ഗിയറിലേക്ക് ഇട്ടു. എന്നാൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ 1000 RPM താഴോട്ട് താഴ്ന്നിട്ടുണ്ട്. 5ാമത്തെ ഗിയറിലാണ് നമ്മൾ ഈ റോഡിൽ പോകുന്നത്. ഹയർ ഗിയറിലാണ് നമ്മൾ ഓടിച്ചു പോകുന്നത്. സ്പീഡ് നോക്കുക, ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ, നമ്മൾ നേരത്തെ വന്നൊരു സ്പീഡ്. വീണ്ടും ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഇത് 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നോക്കുക, 1000 RPM താഴോട്ട് നമ്മുടെ വാഹനത്തിൻ്റെ RPM ലെവൽ താഴ്ന്നിട്ടുണ്ട്. അത്രയധികം, അതായത് നമ്മൾ ആ ഹയർ ഗിയറിലേക്ക് വന്ന സന്ദർഭങ്ങളിൽ അത്രയധികം RPM ലെവൽ താഴ്ന്നിട്ടുണ്ട്. വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. വില്ലേജ് റോഡാണ്. ഇത് ക്ലച്ചിലും ബ്രേക്കിലുമാണ് ഇപ്പോൾ എൻ്റെ കാലുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി കയറി വരുന്നുണ്ട്. സെക്കൻഡിലാണ്. മെല്ലെ ബ്രേക്ക് നയിക്കുന്നു, ക്ലച്ച് നയിക്കുന്നു. വീണ്ടും ജസ്റ്റ് ക്ലച്ച് ഔട്ടിട്ട് തേർഡിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നോക്കുക, ഒരു 1000 RPM മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. വീണ്ടും നമുക്ക് വേണമെങ്കിൽ 4th കൊടുക്കാം. ഇത് 4th ഷിഫ്റ്റ് ചെയ്യുന്നു. 1000 RPM താഴെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നോക്കുക, നേരത്തെ വന്ന ആ ഒരു ലെവൽ അനുസരിച്ച് ഇപ്പോൾ RPM ലെവൽ നിങ്ങൾ നോക്കിക്കേ. എപ്പോഴും നമുക്കൊരു 1000 RPM മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ താഴ്ത്തിയാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 2 മെത്തേഡിലാണ് ഈ ഒരു വില്ലേജ് റോഡിൽ വാഹനം ഓടിച്ച സമയത്ത് ഏകദേശം സ്പീഡെല്ലാം ഒരേപോലെയായിരുന്നു. പക്ഷേങ്കിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൽ വ്യത്യാസം വന്നായിരുന്നു. ആദ്യത്തെ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്തപ്പോൾ പരമാവധി ഒരു 4th ഗിയർ വരെയൊക്കെയാണ് നമ്മൾ വാഹനം ഓടിച്ചത്. എന്നാൽ അടുപ്പിച്ചുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ ചെയ്തില്ല. പക്ഷേങ്കിൽ വാഹനം ഓടിച്ച സ്പീഡ് 2 മെത്തേഡും ഏകദേശം ഒരേപോലെയാണ്. ഒരേ സ്പീഡിലൊക്കെയാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തത്. എന്നാൽ ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് ആ ഒരു ടൈമിൽ കൂടുതലായിട്ടുള്ള RPM കയറുകയും കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ 2ാമത്തെ മെത്തേഡ് അനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വാഹനം ഡ്രൈവ് ചെയ്തു. അടുപ്പിച്ചടുപ്പിച്ച് ഓരോ ഗിയറും നമ്മൾ വില്ലേജ് റോഡിൽ ഷിഫ്റ്റ് ചെയ്തു. പരമാവധി 5ാമത്തെ ഗിയറിലൊക്കെ വാഹനം ഡ്രൈവ് ചെയ്തു. അങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ RPM ലെവൽ ഏകദേശം 1000 RPM മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിഞ്ഞു. സെയിം സ്പീഡുമാണ് നമ്മൾ വാഹനം ഓടിച്ചപ്പോൾ ഉണ്ടായത്. അങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് ഫ്യൂവൽ കൂടുതലായിട്ട് നഷ്ടമുണ്ടായിട്ടുമില്ല. എന്നാൽ വാഹനം ഓടിച്ചു വന്ന സ്പീഡും ടൈമും ഒക്കെ ഏകദേശം ഒരേപോലെയായിരുന്നു. നമ്മളൊക്കെ ഒട്ടുമിക്ക ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. പ്രത്യേകിച്ച് ഒരു വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി ഒരു 4th ഗിയർ വരെ ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്യാറുള്ളൂ. 5th ഗിയർ ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അത് കൊടുക്കാറില്ല. എന്നാൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ പരമാവധി വില്ലേജ് റോഡിലായിക്കോട്ടെ, ഏത് റോഡിലായിക്കോട്ടെ, അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയും. വണ്ടിയുടെ എഞ്ചിൻ ഇടിക്കത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് തന്നെ വണ്ടി ഓടിക്കുക. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മൈലേജ് നമുക്ക് ഹയർ ഗിയറുകളിൽ
തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.